മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലേഖയാണെങ്കിൽ മഹാലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട്, നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നവരെയൊക്കെ നമ്മൾ മാറ്റി നിർത്തുക തന്നെ ചെയ്യണം മഹി, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം തന്നെയാണ് നശിഞ്ഞു പോകുന്നതെന്നെല്ലാം പറയുന്നുണ്ട്. പിന്നീട് കണ്ണനാണെങ്കിൽ അനന്തുവിനോടായിട്ട് പറയുന്നുണ്ട്, എടാ നീ ഒരു കാര്യം മാത്രം കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അനന്തുവിൻ്റെ മുന്നിൽ നടന്ന് കാണിക്കുകയാണ്. അത് കണ്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെ അനന്തു പറയുന്നുണ്ട്, നീ ഒരു കാര്യം മാത്രം എന്നോട് പറഞ്ഞില്ലല്ലോ, നിൻ്റെ മുടന്ത് മാറിയ കാര്യമെന്ന് പറയുമ്പോഴേക്കും അതെല്ലാം ഞാനൊരു സർപ്രൈസായിട്ട് വെച്ചിരിക്കുകയായിരുന്നു എന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. എൻ്റെ മുടന്ത് മാറിയ കാര്യം ഇനി തോമസ് സാറിനെ കൂടെ അറിയിക്കണം, അദ്ദേഹത്തിന് ഇത് വളരെ സന്തോഷമാവും, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ലേഖയുടെയും അനന്തുവിൻ്റെയും അടുത്ത് നിന്ന് മഹിയും കണ്ണനും പോവുകയാണ്. അങ്ങനെ തോമസ് വൈദ്യൻ്റെ ഹോസ്പിറ്റലിലെത്തുന്ന കണ്ണനാണെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി തന്നെ മഹിയെയും കൂട്ടി തന്നെ അങ്ങോട്ട് തോമസ് വൈദ്യനെ കാണാനായിട്ട് പോവുകയാണ്. അതേസമയം ഇവർ വരുന്ന കാര്യമെല്ലാം ജയപാൽ കാണുന്നുണ്ട്. അങ്ങനെ ജയപാലിനാണെങ്കിൽ വളരെ സന്തോഷമാകുന്നുണ്ട്. കണ്ണൻ സാറെ എല്ലാ ദർശനവും നന്നായിട്ട് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, അതിനെ എനിക്ക് ദർശനം മാത്രമല്ല എൻ്റെ മുടന്ത് കൂടെ ഭഗവാൻ മാറ്റി തന്നിട്ടുണ്ടെന്നെല്ലാം കണ്ണൻ വളരെ സന്തോഷത്തോടു കൂടി പറയുന്നത് കേൾക്കുമ്പോൾ ജയപാലിനാണെങ്കിൽ വളരെ സന്തോഷമാവുന്നു. പിന്നീട് അവരാണെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി തന്നെ നമ്മുടെ തോമസ് വൈദ്യൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. അങ്ങനെ തോമസ് വൈദ്യനാണെങ്കിൽ ഈ നടന്നു വരുന്ന കാഴ്ച കണ്ട് ആകെ അത്ഭുതപ്പെട്ട് തന്നെയാണ് കണ്ണനെ നോക്കുന്നത്. യാതൊരുവിധ മുടന്തുമില്ലാതെ സന്തോഷത്തോടുകൂടി വരുന്ന മഹിയെയും കണ്ണനെയും കണ്ട് സന്തോഷം കൊണ്ട് കണ്ണ് നിറയുന്നുണ്ട് തോമസ് വൈദ്യൻ്റെ. എന്നിട്ട് തോമസ് വൈദ്യൻ പറയുന്നുണ്ട്, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കണ്ണ, മല ചവിട്ടിയപ്പോഴേക്കും കണ്ണൻ്റെ ആകെയുള്ളൊരു മുടന്തും കൂടെ മാറിക്കിട്ടിയല്ലോ, അത് നിങ്ങളുടെ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇനി നിങ്ങളൊരു പുതിയ ജീവിതം നയിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കുക എന്നൊക്കെ തോമസ് വൈദ്യനാണെങ്കിൽ പറയുന്നുണ്ട്. പിന്നീട് അവർ പോയത് നേരെ കമലേശ്വരത്താണ്. അങ്ങനെ കണ്ണനും മഹിയും കമലേശ്വരത്ത് എത്തുന്നത് കാണുമ്പോഴേക്കും ശത്രുക്കളെല്ലാം സന്തോഷത്തോടെ ഇരിക്കുന്ന ശത്രുക്കളെല്ലാം ആകെ ഞെട്ടിത്തെറിച്ച് പോകുകയാണ്. കണ്ണൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അവനല്ലേ ഇപ്പോൾ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ആകെ ഭയത്തോടുകൂടി തന്നെയാണ് നോക്കുന്നത്. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ നെഞ്ചും വിരിച്ചുകൊണ്ട് തന്നെ കണ്ണനും മഹിയും എത്തുകയാണ്. അങ്ങനെ കണ്ണൻ്റെയും മഹിയുടെയും മുന്നിൽ ആകെ പതറിപ്പോവുകയാണ് ദുർഗയും നമ്മുടെ കരുണയും ഉണ്ണിയുമെല്ലാം. അങ്ങനെ വളരെ സ്തംഭിച്ച് തന്നെ നിൽക്കുകയാണ്. അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ ആകെ വല്ലാണ്ട് നിൽക്കുകയാണ് എല്ലാവരും. അതേസമയം ഇതൊന്നും അറിയാതെ അങ്ങോട്ട് വരുന്ന മേഘനാഥനാണെങ്കിൽ ഈ കാഴ്ച കണ്ട് വളരെയേറെ ഞെട്ടിത്തെറിച്ച് പോവുകയാണ്. കാരണം മരിച്ചു എന്ന് വിശ്വസിച്ചിരുന്ന കണ്ണിൻ്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോഴേക്കും മേഘനാഥനാണെങ്കിൽ ആകെ സമനില തെറ്റിപ്പോവുകയാണ്. അങ്ങനെ എല്ലാവരോടായിട്ടുമാണ് കണ്ണൻ പറയുന്നുണ്ട്, എന്താണ് എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കുന്നത്, ഞാൻ മലയ്ക്ക് പോയിട്ട് വന്നതല്ലേ, അല്ലാതെ മരണത്തിൽ നിന്നും തിരിച്ചു വന്നതൊന്നും അല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ആർക്കും ഒരു ഉത്തരവും പറയാൻ പറ്റുന്നില്ല. എന്താണ് കണ്ണാ, നിനക്ക് അയ്യപ്പനെ നന്നായിട്ടൊക്കെ കാണാൻ പറ്റിയോ, ദർശനമൊക്കെ നല്ലപോലെ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, അതൊക്കെ കിട്ടി, പക്ഷേ അതിന് പകരം എനിക്ക് വേറൊരു കാര്യമാണ് സംഭവിച്ചതെന്നല്ല ദുർഗയോടായിട്ട് പറയുന്നത് കേൾക്കുമ്പോഴേക്കും ദുർഗയ്ക്കാണെങ്കിൽ ആകെ ഒരു ഞെട്ടലുണ്ടാകുന്നുണ്ട്. എന്നെ കൊല്ലാനായിട്ട് ഒരു കൂട്ടം ആളുകളെല്ലാം വടിവാളുമെല്ലാമായിട്ട് വന്നു, പക്ഷേ അതിൽ നിന്നും എന്നെ മാർക്കോ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുത്തി. മാർക്കോ ഉള്ളത് കൊണ്ടാണ് ഇന്ന് എൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു കിട്ടിയതെന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോഴേക്കും എല്ലാവർക്കും ആകെ നിരാശയാകുന്നുണ്ട്. ഈ അറ്റാക്കിന് പിറകിൽ ഈ മേഘനാഥനാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്നൊക്കെ കണ്ണൻ പറയുന്നത് കേൾക്കുമ്പോഴേക്കും മേഘനാണെങ്കിൽ ആകെ സ്തംഭിച്ച് തന്നെ നിൽക്കുകയാണ്. എന്താണെങ്കിലും മാർക്കോ ഉള്ളതുകൊണ്ട് ആ രണ്ട് ഗുണ്ടകളെ കൊക്കയിലോട്ട് എറിയാൻ കഴിഞ്ഞു. ഒരാൾ മാത്രമാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കിടക്കുന്നതെന്നെല്ലാം കേൾക്കുമ്പോഴേക്കും എല്ലാവരും ആകെ ഞെട്ടിത്തെറിച്ച് തന്നെ പോവുകയാണ്. ഇതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുള്ള എല്ലാവരെയും ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയും കണ്ണനും അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴേക്കും ആകെ ഭയപ്പാടോടുകൂടി തന്നെയാണ് എല്ലാവരും അവരെ നോക്കുന്നത്. അപ്പോഴേക്കും ദുർഗ മേഘനോടായിട്ട് പറയുന്നുണ്ട്, എടാ എന്താടാ ഇത്, എല്ലാ പ്രാവശ്യവും നമ്മൾ ഈ പരാജയം മാത്രമാണല്ലോ ഏറ്റുവാങ്ങുന്നത്, അവൻ ഈ പ്രാവശ്യവും രക്ഷപ്പെട്ടു വന്നല്ലോ, ഇനി എന്ത് ചെയ്യുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആകെ ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ ശത്രുക്കളെ നിരാശയാക്കിക്കൊണ്ടതായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.